റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമുണ്ടായിരുന്ന ഒരു വജ്രായുധം ഇപ്പോഴത് ഇന്ത്യയും സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇത് നമ്മുടെ അയൽരാജ്യങ്ങളായ ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത ഭീഷണിയായി മാറുകയും ചെയ്തിരിക്കുന്നു. അത് ഇന്ത്യയുടെ DRDO ആണ് വികസിപ്പിച്ചെടുത്തത് എന്നുള്ളത് കൂടി നമ്മുടെ അഭിമാനം തന്നെയാണ്. കാരണം മറ്റൊരു രാജ്യത്തിൽ നിന്ന് വാങ്ങുന്ന ആയുധമല്ല, നമ്മൾ വികസിപ്പിച്ചെടുത്തതാണ്. മണിക്കൂറിൽ 5400 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എയറോസ്പേസ് മുൻ CEO ഡോക്ടർ സുധീർ കുമാർ മിശ്ര മാധ്യമങ്ങളോട് അറിയിച്ചത്, അടുത്തിടെ ഇന്ത്യ ഒരു വമ്പൻ പരീക്ഷണം നടത്തുകയുണ്ടായി. ഒരു സൈബർസോണിക് എഞ്ചിൻ പരീക്ഷിക്കുകയായിരുന്നു. ഹൈദരാബാദിലെ സൺജെറ്റ് കണക്ട് ടെസ്റ്റ് ഫെസിലിറ്റിയിലായിരുന്നു ഈ പരീക്ഷണം നടത്തിയത്. സംഗ്രബ് ജെറ്റുകളുടെ ഏറ്റവും നീളം കൂടിയ ഒരു പരീക്ഷണം തന്നെ ആയിരുന്നു. മാക് 5-നേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ ഈ സൂപ്പർസോണിക് മിസൈലിന് കഴിയും. വ്യോമ പ്രതിരോധ സംവിധാനവും റഡാർ സംവിധാനവും മറികടന്നുകൊണ്ട് കണ്ണടച്ചു തുറക്കും വേഗത്തിൽ തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്താൻ കഴിയും. വലിയ കനത്ത നാശനഷ്ടം വരുത്താൻ കഴിയും. ലോകത്ത് ഇതുവരെ ഇത് സ്വന്തമാക്കിയിട്ടുള്ള 3 രാജ്യങ്ങളാണ്. ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ കൂടി കടന്നു വരുന്നത്. ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും പിന്നാലെ ഇന്ത്യ കൂടി അതിലേക്ക് കടന്നു വരുന്നു എന്ന് വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ മിസൈലുകൾക്ക് പാകിസ്ഥാനിലെയും ചൈനയിലെയും നഗരങ്ങളെ ലക്ഷ്യം വെക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിൽ തീർത്ത മായാജാലം നാം കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് ഉള്ള ഉയർന്ന വേഗത മണിക്കൂറിൽ 5400 കിലോമീറ്റർ, അതായത് ലോകത്തിൽ തന്നെ എല്ലാവർക്കുമുള്ള സൂപ്പർസോണിക് മിസൈലുകളുടെ ആ വേഗതയിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ റേഞ്ച് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും അത്തരത്തിലുള്ള വജ്രായുധങ്ങളും ഇന്ത്യൻ ആയുധ പുരയിൽ സജീവമാണ് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അയൽ രാജ്യങ്ങളും കുറച്ചുകൂടി കരുതലിലേക്ക് മുൻപോട്ട് പോകുമായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.